ആന്റണി ബ്രോ എന്തിനു പറ്റി ബ്രോ? എന്താണിത്? ഷൗട്ടക്സ്, ഞാൻ നിന്നോടൊരു സത്യം പറയാം. നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് എത്താൻ പോകുന്നില്ല. നമുക്കൊരു ടേംസിൽ സംസാരിച്ചങ്ങ് പോവാം. അതല്ലേ ഞാൻ പറഞ്ഞു. രാഹുൽ ബ്രോ, ആന്റണി ബ്രോ, നിങ്ങൾക്ക് എന്ത് പറ്റി? ആരവിടെ പോയി? ആരും പോയില്ല, അവിടെ നല്ല വളവാ. വാസുഭക്ത, വാസുഭക്ത, എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? വാസുഭക്ത, രാഹുൽ ബ്രോ, ആന്റണി ബ്രോ, വാസു പൊട്ട, വാസു പൊട്ട. നിനക്ക് പറയാ നിനക്ക് അണ്ണ ഞാൻ സത്യം കൈ അങ്ങനെയല്ലടാ നീ കേട്ട്. അതെ ഇതിപ്പോ എന്നെ നീക്ക് എന്നെ പണി പാളിക്കാണ് ഇത് ചെയ്തത്. ഇതൊക്കെ പറയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലേ? ഉണ്ടാ ലൈവാണ് പോയി കാണട്ടെ. ഒരു സിനിമാറ്റിക്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്യണ്ടോ? ഒന്ന് വെയിറ്റ്. അങ്ങനെ അതെ, എനിക്കൊന്നും സംസാരിക്കല്ല. നീ എന്ത് വൈകല്യം ചെയ്യും. അവിടെ എന്ത് സംഭവിക്കണത്? അല്ലെ ഞാൻ സത്യം പറഞ്ഞേ ഈകളെ, ഞാൻ ആലോചിക്കണം നീ എങ്ങനെ ഈ പബ്ജി ടൂർണമെന്റിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാ കമന്ററി പറഞ്ഞത്? അളിയ ഞാൻ അതുണ്ടല്ലോ, അത് പിന്നെ ഞാൻ സത്യം പറയാലും ഞാൻ അണ്ണയും ഞാൻ ഈ ഒരു ഇത്ര നേരം സംസാരിച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നീയാ. അതിനുശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ അണഞ്ഞു, എന്റെ തൊണ്ട പോയി ടൂർണമെന്റിലെ കമന്ററി. എടാ എനിക്ക് ഒരാഴ്ച തൊണ്ടയില്ലായിരുന്നു. എനിക്ക് ഇപ്പഴേ തൊട്ടുകാരെടുത്ത് തോന്നി. അത് സമ്മതിച്ചാണോ അളിയാ? താങ്ക് യു, താങ്ക് യു. എന്ത് പാമ്പോ? പോണവർക്ക് എന്ത് തോന്നും? നീ പാനിക്കാവല്ലേ, ഞങ്ങള് 50 യുഗം അപ്പുറത്താ. അല്ലെ നീ അടുത്തുണ്ട്. നീ ഒന്നാമത് ടയർഡായിട്ട് വരുന്ന ഒരു മാച്ചിൽ ഇടേണ്ട കാറാണോ? എനിക്ക് ഇപ്പൊ ആലോചിച്ചപ്പോ ഒരു ഐഡിയ വന്നു, സിനിമാറ്റിക്സിന്റെ ഒരു കഥ വന്നു. അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. വേണ്ടി അല്ലെ അത് എന്റെ ക്യാരക്ടറിന്റെ ആടെ പറഞ്ഞത്. പിന്നെ എല്ലാരും നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഒന്നും കളിയാ. അല്ല അളിയാ, നീ ആയിട്ടൊക്കെ പറഞ്ഞോളൂ. എനിക്ക് എല്ലാം ഇഷ്ടം. നീ പറയുന്നതല്ല എനിക്ക് താല്പര്യം. നീ പോയി നിന്റെ ഒരു നല്ലൊരു ക്യാരക്ടർ, ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. അല്ലെ നീ ആയിട്ടൊക്കെ പറഞ്ഞോളേ, ഒരു പ്രശ്നമില്ല. പിന്നെ നോക്കി ഇരുന്നോളാനാ. എടാ സോയി, നീ ഓരോ ദിവസം കള്ളം പറയുന്നുണ്ട്. നീയും മറ്റേ മടിയനായി വരുന്നുണ്ട് കേട്ടോ കള്ളം. ഉറപ്പല്ലേ? കാർ സിറ്റി പോയാണ്, അവിടെ പാർക്കിംഗ് വേണം. അവിടെ കൊച്ചു കൊച്ചു നല്ല കൊച്ചു കടാ. അവിടെയൊക്കെ ഈകളൊക്കെ എത്തിരി നമ്മള് DNF നമ്മളല്ല, നീ DNF ആവും. ഞാൻ DNF ആവാൻ മാരുതി സുസുക്കി ഇളകുന്നില്ല. രാഹുലേ ഞാൻ DNF ആയടാ. DNF ആയോടാ ഷൗട്ടക്സ്. DNF ആയ ഷൗട്ടക്സ് നിർത്തി പോണല്ലോ, നിർത്തി. എന്നെ പറ്റിച്ച് എന്റെ കഥ പറയാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സോയി എന്നോട് കൊണ്ടോടാ. അമ്മേ മറിഞ്ഞു.
പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര എന്റെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ വിഷയമാണ്. നോക്കണേ, അതെന്താ അങ്ങനെ ഞാനിപ്പോ ആരോ അതിന്റെ കൂടെ പോയായിരുന്നു കേട്ടാ. നേരത്തെ പോയവരാ ഈകളാന്ന് തോന്നുന്നു. ഗുഡ് ഗുഡ്. കോച്ച് തരാം നിങ്ങള്. വിഷയല്ലേ? Asrudo, argudo, bargudo, batali ke katal kondan. ഞാൻ പഠിച്ച ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇനി എന്നെ ആ ഹാൻഡ് ബ്രേക്ക് ഇല്ലപ്പോഴേ എന്നെ ആർക്കും തൊടാൻ പറ്റില്ല. ഇനി എന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമെന്ന്? അണ്ണാ ഈഗിൾ എന്തിനാ കാണിച്ചിരെന്ന് പറഞ്ഞില്ലേ? ഇതാ എന്റെ പിറകെ കിടക്കുന്ന കാണിച്ചരവേ. എനിക്കെന്നെ പ്രൗഡാ എന്നെ കുറിച്ച്. കാസ്ട്രോനെ ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്തില്ലേ കാസ്ട്രോ? സപ്പോർട്ട്. അതെ, യൂസിങ് അല്ല, സപ്പോർട്ട്. സപ്പോർട്ട്. സൂപ്പർ സൂപ്പർ. നോക്കി കളിക്കട്ടെ, നോക്കി കളിക്കട്ടെ. ആരെങ്കിലും അവിടെ തെറിച്ചു പോയാ? ഞാൻ പോയി. ഒന്നുമില്ല. ഒരു വാക്ക് ഞാൻ മാത്രമേ പോയുള്ളൂ, ബാക്കി എല്ലാവരും കയറി. ഈ കളി സ്റ്റിയറിംഗ് ഇരിക്കുമല്ലേ? ഒരു സ്ട്രേറ്റ് റോഡ് കിട്ടുമ്പോ പാട്ടില്ല. ഈ കളിയിൽ ആരും ബോട്ടാണ് കളിക്കുന്നത്, ആരും മിണ്ടുന്നില്ലല്ലേ? വിട്ടോട്ടിരിക്കാൻ നമ്മ അടുത്തെത്തി. നീ ഞാൻ വിടില്ല. മ്യൂട്ടഡ് ആണോ എല്ലാവരും? ഇത്ര മിണ്ടാണ്ടിരിക്കുന്ന ആളെ ബേബി ഇരുടാ ഒരുമിച്ച് പോലെ എല്ലാം കത്തിട്ട് ഇരുന്നിട്ടാ ഉള്ളാർവാ. ഒരു ഇടിയെന്ന് ഓർക്കുന്നു, അതിനാണ് ഇപ്പൊ മൂഞ്ചത്. ഓർക്കുന്നു, അതിനാണ് ഇപ്പൊ മൂഞ്ചത്. അതുക്കപ്പുറം നീ കൊടുത്തല്ലടാ. ഞാനൊന്നുമില്ല കൊടുത്തത്.
ആ ഈകള് ഞാൻ ആവശ്യം കാണിച്ചു. എല്ലാരും ഇത് കാണിച്ചല്ലേ? ഓ, പറയാൻ ഏത് മിസ്റ്റേക്കിന്റെ മിസ്റ്റേക്ക് സൊല്ലുങ്ങടാ. ഒരു റാമ്പ് കാണുകയാണെങ്കിൽ സ്ലോ വരണം. എന്റെ വണ്ടി നേരെ ആയിരുന്നു, എന്റെ റിവേഴ്സ് വീണടാ അവിടെ. ഞാൻ പതുക്കെ പോയാൽ ഞാൻ പെട്ടേരെ. ഞാൻ ഏതോ ഒരെണ്ണത്തിൽ കിട്ടിയ എനിക്ക്. ഓ അത് കിട്ടിയല്ലേ നമുക്ക്. ഡിസ്കോഡില് മ്യൂട്ടഡ് ആയിരുന്നതാ. 6-7 വിട്ടുപോയി. ഹാ. പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അണ്ണാ ഇതോ ഈ അവിടെ മേളൊരു പോയിന്റ് അവിടെ ഉണ്ടോ? ഏറ്റവും അടികിടക്കുന്നുണ്ടോ ബിജിനണ്ണ? അവിടെ ദുബായിലൊക്കെ മണലാരണ്യത്തിൽ കിടന്ന് കറങ്ങുന്ന ബിജിനണ്ണൻ ഇവിടെ ഏറ്റവും അടിയില്. ഊക്കണേ അവിടെ ഇട്ട് ഊക്കണേ എല്ലായിടത്തും. അവനെന്നെ കാണത്തൊന്നുമില്ല. അവൻ ബിസി മാൻ. ഇനി ഊക്ക് മേടിക്കാൻ ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ നാട്ടിൽ പോയിട്ട് നേരെ ഒരു റേസിംഗ് ടീമിലെല്ലാം കയറി ഇതായിരുന്നു. എന്തായിരുന്നു പറയാ? എന്റെ കരിയർ അതാട്ടോ. നിസാന്റെ ടീഷർട്ട് അതാ പറഞ്ഞ കേട്ടില്ല നോക്കട്ടെ. നിസാൻ നിസാൻ അയ്യോ നിസാന്റെ ടീഷർട്ട് കുമ്മുടുവാവേ എന്ത് പറ്റി? അച്ചോടാ ആണോ? കുമ്മുടാ മോങ്ങാണ്. കിട്ടിയല്ലേ? ടയർ എനിക്ക് മൊത്തം പോയി. അണ്ണൻ പറന്ന് പോക. കോച്ച് പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ കോച്ച് ടേബിൾ ടോപ്പിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടങ്ങിയിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് തുടങ്ങി.
എടാ 4 സെക്കൻഡ് വെറും 4 സെക്കൻഡിന്റെ ഡിഫറൻസ്. ആ അവിടെ വണ്ടി റിവേഴ്സ് ഗിയർ ആയില്ലായിരുന്നെങ്കിൽ அதுல போய் இடிச்சிருச்சு ப்ரோ ட்ரிப்ல. Let's go! അവസരമില്ല. ആനന്ദ്രോ അരുൺ സീഫ താങ്ക് യു സോ മച്ച് 100 കിക്ക് പോയിന്റ്സ് എല്ലാം മുത്താണ് ആൻ ബ്രോ അരുൺ സീഫ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് അയ്യോ സെക്കൻഡ് തേർഡ് ആരായിരുന്നു? ആരൊക്കെ ഡീമൺ ആരൊക്കെ ഡീമൺ ആരൊക്കെ ഡീനപ്പ്? ടോൺ ബ്രെയിൻ കോച്ച്. ഓക്കെ കോച്ച്. ഓക്കെ അപ്പൊ ഫസ്റ്റ് മനഃപൂർവ്വം ഇവൻ മനഃപൂർവ്വം അപമാനിക്കാനാ അവൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. രാഹുൽ നീ ഇപ്പം പോകല്ലേ?